കേരളത്തിന്റെ വികസന പാതയിൽ കുട്ടമ്പുഴയിലെ ODF പദ്ധതി നിർവഹണം കേരള ചരിത്രത്തിൽ നിന്നും മായ്ക്കുവാൻ കഴിയാത്ത പാദമുദ്രയായി. 35 ദിവസങ്ങൾ കൊണ്ട് 758 ടോയ്ലറ്റുകൾ. ജില്ലയിലെ ഏറ്റവും വലിയ ടാർഗറ്റ് വിജയകരമായി പൂർത്തിയാക്കാൻ കുട്ടമ്പുഴയ്ക്കായി. യാത്രാ സൗകര്യമോ വൈദ്യുതിയോ വാർത്താവിനിമയ സംവിധാനങ്ങളോ ഇല്ലാത്ത പ്രദേശങ്ങളിലെ ഉൾവന പ്രദേശത്തെ ഒറ്റപ്പെട്ട 13 ആദിവാസി കുടികളിലാണ് പദ്ധതി നടപ്പിലാക്കി വിജയം കൈവരിച്ചത്. 2 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് 28,000 രൂപയ്ക്കാണ് പദ്ധതി പൂർത്തീകരിച്ചത്. 497 ആദിവാസി കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുകയുണ്ടായി. 35 ദിവസങ്ങളിൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിനിടയിൽ നേരിടേണ്ടി വന്നത് ദുർഘടമായ പ്രതിസന്ധികൾ. അതിജീവിച്ചത് കൂട്ടായ പരിശ്രമത്തിലൂടെ. രാഷ്ട്രീയ വേർതിരിവില്ലാതെ പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തി. പഞ്ചായത്ത് ജീവനക്കാർ വനങ്ങളിൽ താമസിച്ച് വോളണ്ടിയർമാരായി പ്രവർത്തിച്ച് പദ്ധതിയുടെ വിജയത്തിന് നിസ്വാർത്ഥമായ സേവനം നൽകി. നീണ്ടകാലം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കോൺക്രീറ്റ് കട്ടയും കമ്പിയും സിമന്റും ഉപയോഗിച്ച് ഉറപ്പും ആധുനിക രീതിയിലുമുള്ള ടോയ്ലറ്റുകൾ നിർമ്മിക്കുവാൻ കഴിഞ്ഞു. പല തവണകളായി കിലോമീറ്ററുകൾ താണ്ടിയാണ് 20ഓളം ജീപ്പുകൾ നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചിരുന്നത്. അവയിൽ പലതും കേടാകുന്നതോടൊപ്പം ദുർഘട പ്രദേശങ്ങളിൽ പണിയെടുക്കാൻ തയ്യാറാകാതെ തൊഴിലാളികൾ പണി നിർത്തി തിരിച്ചു പോവുകയും ചെയ്തത് പ്രതിസന്ധികൾ രൂക്ഷമാക്കി. പക്ഷേ ഇത്തരം പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് പണി പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. അവസാന ഘട്ടത്തിൽ അടിയന്തര മാർഗം എന്ന നിലയിൽ തമിഴ് ബംഗാളി പണിക്കാരെ നഗരത്തിൽ നിന്ന് ഈ കുടികളിലേക്ക് എത്തിച്ചു. ശക്തമായ തണുപ്പും മഴയും മൂലം പനി പിടിച്ച തൊഴിലാളികൾക്ക് ചികിത്സാ സഹായവും ആവശ്യമായ ഭക്ഷണവും ബെഡ്ഷീറ്റുകളും നൽകി. സാമൂഹ്യ സംഘടനകളുടെയും നെഹ്റു യുവകേന്ദ്ര പോലുള്ള സംഘടനകളുടെയും പ്രവർത്തന പങ്കാളിത്തം പദ്ധതിയുടെ പൂർണ്ണതയ്ക്ക് കരുത്തു പകർന്നു. പദ്ധതിയോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്യാമ്പുകളും സിനിമാ പ്രദർശനങ്ങളും സംഘടിപ്പിച്ച് ആദിവാസികളെ ജീവിതത്തിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകി. പദ്ധതി നിർവഹണത്തിന്റെ ഫണ്ട് വിനിയോഗം വനം സംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിൽ ചെയ്തതിനാൽ അഴിമതിരഹിതമായി വിശ്വസനീയതയോടെ പൂർണ്ണതയോടെ ജനങ്ങൾക്കിടയിൽ നടപ്പാക്കാൻ സാധിച്ചു. ജില്ലാ കളക്ടറുടെ നിരന്തരമായ ഇടപെടലും എത്തിച്ചേരൽ ദുഷ്കരമായ സ്ഥലങ്ങളിലെ നേരിട്ടുള്ള സന്ദർശനവും ആദിവാസി മേഖലയിലെ ജനങ്ങൾക്ക് ആവേശമായി. സമയബന്ധിതമായി ഫണ്ട് നൽകി സജീവ സാന്നിധ്യത്തോടെ പദ്ധതിക്ക് ദൃഢത നൽകി ഗ്രാമസേവകർ മാതൃകയായി. നോഡൽ ഓഫീസറായി ജില്ലാ കളക്ടർ നിയോഗിച്ച പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ പദ്ധതി പ്രദേശത്ത് താമസിച്ചുകൊണ്ട് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പദ്ധതി സമ്പൂർണ്ണമായി വിജയമാക്കി മാറ്റുന്നതിന് സഹായിച്ചു. വനസംരക്ഷണ സമിതി സെക്രട്ടറിമാർ, പ്രാദേശിക കുടികളിലെ മൂപ്പന്മാരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജനപങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിൽ വരുത്തുന്നതിന് കാരണമായി. വാർഡ് മെമ്പർമാരുടെയും ST പ്രൊമോട്ടർമാരുടെയും സമ്പൂർണ്ണ സഹകരണവും പ്രവർത്തനവും പദ്ധതിക്ക് ശക്തി പകർന്നു. ശുചിത്വ മിഷൻ കോർഡിനേറ്റർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ, ടെക്നിക്കൽ ഓഫീസർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരുടെ കാലോചിതമായ പദ്ധതി പുരോഗതി വിലയിരുത്തൽ പദ്ധതി പ്രവർത്തനത്തിന് കരുത്തു പകർന്നു.